ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ടൂത്ത് പേസ്റ്റിനെ പറ്റിയിട്ട്. പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇല്ലേ? ഒരുപാട് ടൂത്ത് പേസ്റ്റ് പല കളറിലുള്ളത്, പല ഫോമിലുള്ളത്, ആയുർവേദത്തിലുള്ളത്, ജെൽ ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഏതാണ് നല്ലത്? എങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം? ആയുർവേദത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ, ജെല്ലുള്ളത് ഉപയോഗിക്കണോ, കളറുള്ളത് ഉപയോഗിക്കണോ? ഏത് ഉപയോഗിച്ചാലാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾ നല്ല വൃത്തിയാകുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ പറയാം. പലരും നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുക, ജെൽ ടൈപ്പ് ആയിട്ടുള്ളത്, അതായത് അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ കാണുന്നത് അത് നല്ലതായിരിക്കും. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ആ ടൂത്ത് പേസ്റ്റിനുണ്ട് എന്ന് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നന്നായിട്ട് പറഞ്ഞു, അങ്ങനെ നമ്മളത് മേടിച്ച് ഉപയോഗിക്കുന്നതുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മുടെ പല്ലിന് പുളിപ്പില്ല, വേദനകളില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വെള്ള കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ജെല്ലുള്ളത് ഉപയോഗിക്കാതിരിക്കുക, കളർ ആഡഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക, കൂളിംഗ് ക്രിസ്റ്റൽസ് ഉള്ളത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ആയുർവേദിക് അങ്ങനെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല എന്ന് പറയുന്നത് വെച്ചാൽ, ഇത് ഉപയോഗിച്ച് ക്രമേണ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ പല്ലിനെ പരമാവധി ഇത് കുറേശ്ശെ ദ്രവിപ്പിച്ച് തുടങ്ങും. അതിലെ മെറ്റീരിയൽസ്, അതിലെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ പല്ലിനെ ക്രമേണ ദ്രവിപ്പിച്ചിട്ട് വളരെയധികം ദന്താരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെള്ള കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ നമ്മൾ നേരെ കാണുന്നുണ്ട്, ഒരു ടൂത്ത് ബ്രഷിൻ്റെ ബ്രിസിൽസിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ പേസ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കടലയുടെ വലിപ്പത്തിലുള്ളൊരു ടൂത്ത് പേസ്റ്റ് തന്നെ ധാരാളമാണ്. രാവിലെയും രാത്രിയും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇത് നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്കത് അങ്ങനെ ഒരു യൂസ്ഫുൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പുളിപ്പുള്ളതായിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മളെ ചിലർക്ക് 1-2 പല്ലായിരിക്കും പുളിപ്പുള്ളത്, ചിലർക്ക് മൊത്തത്തിൽ പല്ലിന് പുളിപ്പ് കാണും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലോട്ട് നമ്മുടെ മുന്നിൽ പേഷ്യൻസ് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഒരു തുടക്കം ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ബേസിസിൽ നമ്മൾ പല്ലിന് പുളിപ്പ് മാറാനായിട്ട് ടൂത്ത് പേസ്റ്റ് അഡ്വൈസ് ചെയ്യും. നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ഉണ്ട്, വാൻറ്റേജ്, തെർമോസീൽ, അങ്ങനെ ഒരുപാട് പേരുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പുളിപ്പുള്ള സെൻസോഡൈൻ എന്നൊക്കെ പേരിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് പുളിപ്പുള്ള അവസ്ഥയിൽ നമ്മൾ ആ ടൂത്ത് പേസ്റ്റ് ചിലർ മേടിച്ചിട്ട്, ഒന്നാമത് ആ ടൂത്ത് പേസ്റ്റ് കമ്പയർഡ് ടു നോർമൽ ടൂത്ത് പേസ്റ്റ് അത്യാവശ്യം വില കൂടുതലുള്ള ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൂത്ത് പേസ്റ്റ് നമ്മൾ എവിടെയാണോ പുളിപ്പുള്ളത് ആ ഭാഗത്ത് 1 മിനിറ്റ് നേരം തേച്ച് പിടിപ്പിച്ചേക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു പുളിപ്പുള്ള ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചില്ല. എന്നിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി നമുക്ക് ഏത് ടൂത്ത് പേസ്റ്റാണോ വെള്ള കളറിലുള്ള ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് മൊത്തം പല്ല് തേക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെയും ചെയ്യുക, രാത്രിയും റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒരു 2 വീക്സോളം ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു 2 വീക്സ് പരമാവധി ചെയ്യുക. അതിലും നമുക്ക് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കണ്ട് വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, നമുക്ക് ചിലപ്പോൾ കേടിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്രക്സിസം പോലുള്ള പ്രശ്നങ്ങളുള്ള പേഷ്യൻസിൽ അങ്ങനെ അല്ലെങ്കിൽ അബ്രേഷൻ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ നമ്മൾ മിക്ക പേഷ്യൻസ് വന്ന് പറയും, ഡോക്ടർ എനിക്ക് പുളിപ്പിൻ്റെ ടൂത്ത് പേസ്റ്റ് അഡ്വൈസ് ചെയ്ത് തന്നു, പക്ഷേ ആ ടൂത്ത് പേസ്റ്റ് തന്നെ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്ന്. പക്ഷെ അതും ഒരു തരത്തിൽ ഹാനികരമാണ്. നമ്മൾ ഏത് ഏരിയയിലാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ഏരിയയിൽ ടൂത്ത് പേസ്റ്റ് എവിടെയാണോ ഉള്ളത് ബുദ്ധിമുട്ടുള്ളിടത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു ഏരിയ നോർമൽ ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്ത് കളയുക. എന്നിട്ട് അങ്ങനെ ഒരു 2 വീക്സ് നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാതെ ഒരു കാരണവശാലും ഈ ടൂത്ത് പേസ്റ്റ് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാതിരിക്കുക. അതും നമ്മുടെ പല്ലിന് അബ്രേഷൻ പോലുള്ള കാര്യങ്ങൾ പിന്നെ ഭാവിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന്
ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ ടോപ്പിക് വിഷയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.